സ്വാഗതം ഡെന്നിസ്. നമസ്കാരം. ഞാനിന്ന് കത്തും കൊണ്ടല്ല വന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളൊരു വീട് വെക്കുമ്പോൾ പലപ്പോഴും വീട്ടിൽ ദമ്പതികൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ പല വീടുകളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ വീട്ടിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വീട്ടിൽ എങ്ങനെ അതിനെ മാറ്റാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും? നമ്മളൊരു ഫെങ്ഷു അനുസരിച്ച് നമ്മൾ ഒരു വീട് ക്രമീകരിക്കുമ്പോൾ ഇപ്പം ചില ആൾക്കാരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ചിലപ്പം മൂന്നാളുകളൊക്കെ ഉണ്ടാവും. ജാതകത്തിൻ്റെ അകത്ത് ചിലപ്പം ഒരു പൊരുത്തക്കേടൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്നും ജാതകം നോക്കി കല്യാണം കഴിയുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. അപ്പം ഫാമിലി ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് കിഴക്ക് ബെഡ്റൂം മാക്സിമം ഉപയോഗിക്കരുത്. കാരണം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഫയറിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഫയറിൻ്റെ ഏരിയയിലുള്ള ബെഡ്റൂമിൽ താമസമായി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പവർ വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലുള്ള ബെഡ്റൂം യൂസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ബെഡ്റൂം യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ചുറ്റളവ് മരണ ചുറ്റല്ല അല്ലെങ്കിൽ വാർദ്ധക്യ ചുറ്റല്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അതുപോലെ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ഒരു ഫാമിലി ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്, ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി ഹാപ്പിനെസ്സിൻ്റെ പിക്ചറുകൾ കൊടുക്കാൻ പറ്റും. അതായത് മനസ്സിന് സന്തോഷം തരുന്ന പിക്ചറുകൾ കൊടുക്കാൻ പറ്റും. പലപ്പോഴും കണ്ടില്ലേ ഫെങ്ഷുയിൽ രണ്ട് ഹാർട്ടിൻ്റെയൊക്കെ പിക്ചറുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിക്ചർ അവിടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ നമ്മൾ കട്ടിലിടുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗ്യദിശ എങ്ങോട്ടാണോ അതനുസരിച്ച് വേണം കട്ടിൽ ഇടാനായിട്ട്. ചില വീടുകളൊക്കെ ഉണ്ടോ നമ്മൾ കട്ടിലിടുമ്പോൾ രണ്ട് കട്ടിൽ ചേർത്തിട്ടിരിക്കുന്ന കാണാം. ഒരേ എങ്കിൽ തന്നെ രണ്ട് കട്ടിൽ ചേർത്തിടും. പക്ഷേ ഫെങ്ഷു അനുസരിച്ച് നമുക്ക് രണ്ട് കട്ടിലും ഒന്നിച്ചിടാൻ പാടില്ല, രണ്ട് മെത്ത ഇടാൻ പാടില്ല. ഒറ്റ കട്ടിൽ ഒറ്റ മെത്ത യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞില്ലേ, പിക്ചർ വെക്കാൻ പറഞ്ഞില്ലേ, ആ ഭാഗത്ത് നമുക്ക് ഫെങ്ഷുയുടെ ഫാമിലി ഹാപ്പിനെസ് പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കുക, അതായത് ഫാമിലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കത്തക്കൊണ്ടുള്ള ഫെങ്ഷുയുടെ എലമെൻറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം. അതുപോലെ ഫെങ്ഷു അനുസരിച്ച് ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമുക്ക് എനർജീസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു പോസിറ്റീവ്നെസ് എപ്പോഴും നിൽക്കുക, വീടിൻ്റെ അകത്തൊരു സന്തോഷവും സമാധാനവും വരുന്നതിന് കാരണമായി തീരും. അതുപോലെ ഈ ബെഡ്റൂമിൽ പലപ്പോഴും നമ്മുടെ ടോയ്ലറ്റ് വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ടോയ്ലറ്റ് എപ്പോഴും ഉപയോഗം കഴിഞ്ഞ ശേഷം ക്ലോസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആ ടോയ്ലറ്റിനകത്ത് നമ്മുടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും നനവില്ലാത്ത ഭാഗത്ത് കല്ലുപ്പ് നിറച്ച് വെക്കുന്നത് ബെറ്ററാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ പലപ്പോഴും നമ്മൾ ബെഡ്റൂമിലൊക്കെ നമ്മൾ ചുമ്മാ കൊണ്ടിട്ടിരിക്കും. ഒന്ന് ഇങ്ങനെയുള്ള വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകൾ നമ്മൾ ആ മുറിക്കകത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. അത് ഒന്നുകിൽ ഒരു ബക്കറ്റോ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അടച്ച് സുരക്ഷിതമായിട്ട് വാരി വലിച്ചിടാതെ. അതുപോലെ ബെഡ്റൂം എപ്പോഴും നമ്മൾ ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി അതൊരിക്കലും നമ്മൾ ബെഡിലോട്ട് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ കിടക്കുന്ന കട്ടിൻ്റെ മുകളിൽ ബീം വരാതിരിക്കത്തക്കണം ശ്രദ്ധിക്കുക. പിന്നെ ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് ഒരുപാട് ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് കൊടുക്കാതെ നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് കൊടുക്കുക. അതുപോലെ ബെഡ്റൂമിൻ്റെ അകത്ത് ടി വി മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ചില ഫാമിലി ഹാപ്പിനെസ് ഇല്ലാത്ത വീടുകളിൽ ബെഡ്റൂമിൽ ടി വി ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പോസിറ്റീവിൻ്റെ കുറേ അത് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ടി വി ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ വീടിനകത്ത് ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മൾ സാധാരണ പൂജാമുറി കൊടുക്കുന്നത് നമ്മൾ റെസ്പെക്ട് ചെയ്ത ആ ഒരു ഏരിയയിൽ വെക്കാൻ വേണ്ടി ബെഡ്റൂമിനകത്ത് നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും. നന്ദി ഡെന്നിസ്.